സമസ്ത മേഖലയിലും വികസനവും ക്ഷേമവും ഉറപ്പാക്കിയ LDF സർക്കാർ PSC നിയമനത്തിൽ കാഴ്ചവെച്ചത് അമ്പരപ്പിക്കുന്ന മുന്നേറ്റം. രാജ്യത്ത് PSC വഴി ഏറ്റവും അധികം നിയമനം നടത്തുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ 2.8% ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്നോർക്കണം. എന്നാൽ രാജ്യത്ത് നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്കാണിത്. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും രാജ്യത്ത് ഒന്നാമതുള്ളത് കേരള PSC ആണെന്നുമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ടെത്തൽ. 10 വർഷത്തിനിടെ 3,09,922 പേർക്കാണ് കേരള PSC വഴി നിയമന ശുപാർശ നൽകി സർക്കാർ ജോലി ഉറപ്പാക്കിയത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത അപൂർവ നേട്ടമാണിത്. കോവിഡും പ്രളയവും സൃഷ്ടിച്ച പ്രതിസന്ധിയും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധവും മറികടന്നാണ് LDF സർക്കാർ യുവതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒപ്പം നിന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ PSCയെ നോക്കുകുത്തിയാക്കി സമാന്തര റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഇഷ്ടക്കാരെ തിരുകി കയറ്റിയും പണം വാങ്ങിയും താൽക്കാലിക കരാർ നിയമനം നടത്തുമ്പോഴാണ് കേരളം വർഷം 30,000-ലേറെ സ്ഥിര നിയമനം നടത്തുന്നത്. PSC നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി സംസ്ഥാന സർക്കാർ 40 ഉയർത്തിയതോടെ 15 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് പ്രതീക്ഷയുടെ പുതുപുലരി സ്വപ്നം കണ്ടത്. കേരളത്തിനായി വിവിധ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്ന UDF ഭരണകാലത്തെ ഇരുണ്ട കാലം ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മറക്കാനിടയില്ല. 2011-ൽ UDF സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ നിയമന നിരോധനത്തിനും തസ്തിക വെട്ടിക്കുറയ്ക്കലിനുമാണ് ശ്രമിച്ചത്. സംസ്ഥാന സർവീസിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിനായി ചീഫ് സെക്രട്ടറി ചെയർമാനായി ഉന്നതാധികാര സമിതിയെയും ചുമതലപ്പെടുത്തി. ഈ സമിതി 20,000-ലധികം തസ്തിക ഇല്ലാതാക്കണമെന്ന് ശുപാർശ ചെയ്തു. ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ PSCയെ നോക്കുകുത്തിയാക്കിയാണ് UDF ഭരണം മുന്നേറിയത്. ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്: സർക്കാർ ജോലിക്കും LDFന്റെ കാലത്ത് ഗ്യാരണ്ടി ഉറപ്പാണെന്ന്.